ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് ഓർത്തു. ഇതെന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടിക്കാണും. ഇനിയിപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവനാണ് ഗാർഡനിലെ ഇലയൊക്കെ എടുക്കുന്ന വാക്വം, ഗാർഡൻ വാക്വം. വിദേശത്തുള്ളവരൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ഈ മെഷീന് ഇപ്പം നാട്ടിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാക്വം ക്ലീനർ ഉപയോഗിച്ച് നമ്മുടെ വീടിൻ്റെ അകമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് ഏരിയയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ഇതിന് 2 മോഡ് വരുന്നുണ്ട്. ഒന്ന്, നമുക്ക് ശക്തിയായ എയർ ഉപയോഗിച്ചിട്ട് ഈ ഇലകളും മറ്റും ഒരു സൈഡിലേക്ക് നമുക്ക് കൂട്ടിയിട്ട് അവിടുന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഡിസ്പോസൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ മെഷീനിൽ തന്നെ ഒരു ബാഗ് വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളതാണ്. അതിലേക്ക് നമുക്ക് ആസ്പിറേറ്റ് ചെയ്ത് വലിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഗാർഡനിൽ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണേലും ഇവന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താ അല്ലേ, നാട്ടിലാണെങ്കിൽ കടയിൽ നമുക്ക് പോയിട്ട് ഡയറക്റ്റ് ഈ സാധനം ഫിറ്റ് ചെയ്ത് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരാം. ഇവിടെ കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ബോക്സിലായിട്ട് ചെറിയൊരിതായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബുക്ക്ലെറ്റും കിട്ടും. നമ്മളത് നോക്കി വേണം ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഞാനിപ്പം ട്രൈ ചെയ്ത് നോക്കുവാണ്. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിദേശത്തൊക്കെ താമസിക്കുമ്പം ഭയങ്കര ലൈഫ് ഈസി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാത്തിനും ആരുടെയെങ്കിലും ഹെൽപ്പും അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് കൂടും. ഇപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് ഐഡിയയും കാര്യങ്ങളും ഇതിനെപ്പറ്റി ഒക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇപ്പം ഞങ്ങൾ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. നമുക്കൊരു ബേർഡനായിട്ടൊന്നും തോന്നില്ല. നമുക്കത് കുറച്ചുകൂടെ ഒരു എൻജോയ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. മെഷീൻ ഏതായാലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഫോഴ്സൊക്കെ ഉണ്ട്. ഇലയൊക്കെ ഒരു സൈഡിലോട്ടാവുന്നുണ്ട്. ആസ്പിറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കുറച്ച് കുറവായിട്ട് തോന്നി. എനിവേ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.